അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്, എപ്പോഴും ഓർക്കേണ്ട ചില പാഠങ്ങളാണ്. അതിലൊന്നും എന്താണെന്നറിയോ, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വല്ല ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഓർത്ത് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉള്ളു തട്ടി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. ഊഷ്മളമായ സ്നേഹം അവരോട് ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മളെ ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ ഏതെങ്കിലും നിലക്ക് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു തട്ടി നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അത് ഓർത്തുകൊണ്ടിരുന്നാൽ, അത് വിട്ടുകളഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം വരില്ല. അതുപോലെ തന്നെ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ സംസാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആയാൽ അത് ഒരിക്കലും അവരുമായി പൊരുത്തപ്പെട്ട് ജീവിച്ച് പോകാൻ നമുക്ക് സാധിക്കില്ല, ഇണങ്ങി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വേണ്ടതറിയോ, നമ്മളെ തലയിൽ അടിച്ചു കയറേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മറക്കുക. ഞാൻ എന്നോട് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മറക്കാൻ, ഞാൻ മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മറന്നു കളയാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അവരോടൊന്നും നമുക്ക് സ്നേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണല്ലോ ഓർക്കേണ്ട കാര്യം, ഒരിക്കലും ദൂരത്തുള്ള ആൾക്കാരെ കൂടെ ചങ്ങാതിമാരായിട്ട് നമ്മൾ കൊണ്ടെടുക്കരുത്. ദുർവ്യയക്കാരുമായി നമ്മൾ കൂട്ടുകൂടരുത്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, നമ്മളെ ധനം, നമ്മളെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. പിശുക്കന്മാരുമായി ഒരിക്കലും ചങ്ങാത്തുണ്ടാകുകയും ചെയ്യരുത്. നമ്മളെ മാന്യതയെ അവർ തുരത്തി കളയും, മാന്യത കെടുത്തി കളയും. അപ്പോൾ പിശുക്കന്മാരേറ്റും ദൂർത്തന്മാരേറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചങ്ങാത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, നമ്മളെ അയൽവാസികളുടെ 3 കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വെളിപ്പെടുത്തരുത്, പരസ്യമാക്കരുത്, പബ്ലിസിറ്റി കൊടുക്കരുത്. ഒന്നെന്താണ് അറിയോ, ഓരോ വീട്ടിലുള്ള കുറേ ചലനങ്ങൾ, അമ്മായിമ്മ, മരുമകൾ, കെട്ടിക്കൊടുന്നോള്, കൊണ്ടുപോകത്തോള്, അല്ലേ, ഇളച്ചി, മുത്തച്ചി, അങ്ങനെ കുറേ ആൾക്കാർ. അയൽവാസിന്റെ 3 കാര്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുതാണ്. അവരുടെ ഗൃഹാന്തര ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലുള്ള അവരുടെ ശബ്ദങ്ങളും അവരുടെ കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ വെളിപ്പെടുത്തരുത് ആരോട്. അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്, അവരുടെ പരാജയങ്ങൾ, അതൊന്നും നമ്മൾ ആരും പറയരുത്. എന്നാൽ അവരുടെ 3 കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാനും പാടില്ല. എന്താണ്, ഓല് ചെയ്യുന്ന ഔദാര്യങ്ങൾ ഉണ്ടാവും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ്ട്, അത് മറച്ചേക്കും ചെയ്യരുത്. അതുപോലെ തന്നെ അവർ കാണിക്കുന്ന അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളാകട്ടെ ആണുങ്ങളാകട്ടെ പാതിവൃതം, അതല്ല പറയാ, പ്രാതിവൃത്യം എന്നല്ല പറയുമ്പോൾ എന്താണ് ഇനി പറയാ, ഈ സുഹൃത്ത് നൂറിലൊക്കെ അല്ലേ പതിവ്രതകളായ സ്ത്രീകൾ എന്നല്ലേ, അങ്ങനെയുള്ള ആ ശരീരത്തെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ച് നടക്കുന്ന ആൾക്കാരെ, അങ്ങനെയുള്ള നല്ലവരായ ആൾക്കാരെ ഒരിക്കലും മറച്ചു വെക്കരുത്. ഒരു നല്ലവരാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഒരു സ്നേഹം, നല്ല സ്നേഹമുള്ള കൂട്ടുകാരാട്ടോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതൊന്നും ഒരിക്കലും മറച്ചു വെക്കരുത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, 4 കാര്യങ്ങൾ മനുഷ്യന്മാരെ സ്വഭാവം എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. 4 കാര്യങ്ങൾ ഒരാളുമായി നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ, 4 കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ വെളിപ്പെടാൻ സാധിക്കും. എന്താണറിയോ, ഒന്ന് യാത്രയാണ്. യാത്ര പോയാൽ സ്വഭാവം വേഗം പിടുത്തം കിട്ടാൻ പറ്റും. മറ്റൊന്ന് ജയിൽവാസമാണ്, ജയിലിൽ കിടക്കുക. മറ്റൊന്ന് രോഗിയെ കിടക്കുക. തർക്കം, അപ്പോഴൊക്കെയാണ് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കുക. പരസ്പരം തർക്കിക്കുമ്പോഴേ ഓനക്കായാലും വലുതാണെന്ന് എഴുതിയിട്ടാക്കാനും മറ്റും പറയാം, അല്ലേ. അപ്പോൾ സ്വഭാവം ശരിക്കും മനസ്സിലാക്കും. 4 കാര്യങ്ങൾ നമ്മൾ തലയിൽ അടിച്ചേരുന്ന കാര്യമാണ്. ഒന്ന് യാത്രയാണ്, മറ്റൊന്ന് ജയിൽവാസമാണ്. ജയിൽവാസം നമുക്ക് ഇല്ലാതിരിക്കട്ടെ, രോഗവും ഇല്ലാതെക്കട്ടെ, അങ്ങനത്തെ ഒന്നും ഇല്ലാതെക്കട്ടെ. യാത്ര പിന്നെ ഒരു ആസ്വാദനമാണ്, അല്ലേ. അതിലിങ്ങനെ നല്ല കൂട്ടുകാരില്ലെങ്കിൽ നമ്മൾ സോക്സിൻ്റെ ഉള്ളിലേ എന്തെങ്കിലും മുള്ളൂത്തിയ മാരിയാക്കാരം, അല്ലേ. ഞാൻ മറ്റൊരുത്തുള്ളത് പറഞ്ഞില്ല, അതുകൊണ്ട് സോക്സിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കൂട്ടുകാരന്മാരെ നമ്മളെ കൂടെ യാത്ര ചെയ്യുമ്പോഴുണ്ടെങ്കിലേ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാണയത്തുട്ടുകൊണ്ട് നോട്ട്, നല്ല പിടക്കണ നോട്ടുകൊണ്ടേ പരീക്ഷിക്കാതെ ഒരാളെയും ഓൻ ഭക്തനാണെന്ന് പറയരുത്. പൈസ കൊണ്ട് ഇടപാട് നടത്താതെ ഓനെ നമ്മൾ എത്ര പറഞ്ഞാലും ഓനെ ഭക്തനാണെന്ന് പറയരുത്, പൈസ കൊണ്ട് ഇടപാട് നടത്താതെ. അപ്പോൾ അതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നെന്താണെന്നറിയോ, ആയുസ്സിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ജയിലൊക്കെ പോയി കാണുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ ജയിൽ സന്ദർശിക്കാം, വർഷത്തിലൊരിക്കൽ കോടതി സന്ദർശിക്കാം. കോടതി സന്ദർശിച്ചാൽ എന്താണെന്നറിയോ, നമുക്ക് അള്ളാഹു പഠിപ്പിച്ച സ്വഭാവത്തിന്റെ മേന്മയും അന്തസ്സും അറിയണമെങ്കിൽ കോടതി സന്ദർശിച്ചാൽ മതി. മാസത്തിലൊരിക്കൽ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാം, മാസത്തിലൊരിക്കലേ. അപ്പോൾ ചില രോഗികളെ കാണുമ്പോൾ നമുക്ക് ഇന്ന് കുറേ പാഠങ്ങളുണ്ടാവും, നമ്മുടെ സുഖസൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവും. ആഴ്ചയിലൊരിക്കൽ പൂന്തോട്ടങ്ങളിൽ പോവുക, ആഴ്ചയിലൊരിക്കലേ അള്ളാഹു നൽകിയ
പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ദിവസത്തിലൊരിക്കൽ എവിടെ പോണ്ടത് ദിവസത്തിലൊരിക്കൽ എവിടെ പോണ്ടത് അങ്ങ് കിട്ടും. എവിടെ? മമ്പുറത്തോ? അക്ബറല്ല. ദിവസത്തിലൊരിക്കൽ ഗ്രന്ഥശാലയിൽ പോവുക. അതിനാണ് നമ്മളെ വീട്ടിൽ ഒരാൾമാരെ മുഴുവൻ ഗ്രന്ഥങ്ങൾ വേണമെന്ന് പറയാൻ, അല്ലെങ്കിൽ ഗ്രന്ഥശാല നമ്മളെടുത്തിട്ടുണ്ടാണെന്ന് പറയാൻ കാരണതാണ് അള്ളാഹു നൽകിയ ആ ഏറ്റവും ഉന്നതമായ മികച്ച ബുദ്ധിയുടെ ആ മികവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിൻ്റെ, മനുഷ്യന് നൽകിയ ബുദ്ധിൻ്റെ മികവ് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. അവസാനമായി പറയട്ടെ, ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടതിൽ? എന്താണ്? കൂട്ടുകാർ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് ചെയ്ത ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ ഓർത്ത് നടക്കാതെ അത് മറന്നുകൊണ്ട് പോകാത്തിടത്തോളം കാലം അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. ഞാനേ ഈ അടുത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു എതിരാളിയായ ഒരു രോഗിയെ സന്ദർശിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആളെ പേരും 2 വർഷത്തിലുള്ള ആൾക്കാരുടെ പേരും ഞാൻ പറഞ്ഞില്ല. ഈ ലോകത്ത് തന്നെ ഒരു പക്ഷേ അയാളെ വഷളാക്കിയ, ഉപദ്രവിച്ച, തോന്നിവാസം പറഞ്ഞ, എന്നാൽ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കാർക്കും അറിയാത്ത കാര്യമാണ്. അള്ളാഹുവിന് മാത്രമേ, അയാൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ പശ്ചാത്തപിച്ചാൽ അത് പൊരുത്തപ്പെട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞ ആൾക്കാർക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുത്തൊന്നുമില്ല, അയാൾ മാപ്പ് കൊടുക്കാതെ. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്ത ആൾക്കാർ, ഈ ആള് ഒരിക്കലും അയാളിനി വെളിച്ചം കാണില്ല എന്ന് പറഞ്ഞ് റോട്ടിലൂടെ ആമം വെച്ച് നടത്തുമെന്നൊക്കെ പറഞ്ഞ ആളെ, ഈ അത് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആളുടെ എതിരാളി തന്നെ, അവരുടെ പാർട്ടിയിൽ തന്നെ ഇന്ന് ഏറ്റവും 1-ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു, അങ്ങനെ അധികാരം കിട്ടുമ്പോൾ ഒരാളെ ജയിലിലാക്കാനോ ജയിലിൽ നിന്ന് പുറത്താക്കാനോ ഉള്ള നിലപാടൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിൽ വെക്കാതെ അയാൾ പോയിട്ട് അയാളെ സന്ദർശിച്ച് കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് പോകുന്നു എന്ന് കാണുമ്പോൾ ഇത് മതപണ്ഡിതന്മാർക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. മതപണ്ഡിതന്മാർക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അങ്ങനെ സാധിച്ചു എങ്കിൽ അത് 100% മാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അത്രമേൽ കഷ്ടപ്പെടുത്തിയ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിച്ച ഒരു വ്യക്തിയെ അയാൾ രോഗാതുരനാകുമ്പോൾ അയാളെ സന്ദർശിക്കുക എന്നുള്ളത് വിശാല മനസ്കരായ ആളുകൾക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാം, അപ്പോൾ ഏത് മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും അതൊരു ക്വാളിറ്റിയാണ്. എത്ര ദുഷിച്ചവരാണെങ്കിലും നല്ലവരാണെങ്കിലും മനുഷ്യന്മാരിൽ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ കറ പുരളാതെ, ആരെയോടുമുള്ള പക വെക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും വേണം. അപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ നേർക്ക് നേരെ കണ്ടാൽ പറയേണ്ടി വരും. അതുകൊണ്ട് തിരുത്താൻ കഴിയാത്ത സംഗതികളുണ്ടാവും. അത് നാവ് കൊണ്ട് പറയേണ്ടി വരും, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിലൊന്നും സാധിച്ചില്ലെങ്കിൽ കൽബ് കൊണ്ട് അവരെ വെറുക്കേണ്ടി വരും. അങ്ങനെ സംഗതികളുണ്ടാവും. അത് ഈമാൻ്റെ ഭാഗമാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അദ്വാഫുൽ ഈമാനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഓർക്കേണ്ട ചില കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം എപ്പോഴും നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിനുതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.